ഈ ചെടിയുടെ പേരാണ് കേട്ടോ മുത്തങ്ങ. പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെ മുറ്റത്തും പറമ്പിലൊക്കെ ഒത്തിരി കണ്ടുകൊണ്ടിരുന്നൊരു ചെടിയാണ്. ഇത് ഇലകൾ ഇങ്ങനെ ഇതേപോലെ വീതി കുറഞ്ഞിട്ട് കൂട്ടം കൂട്ടമായിട്ടാണ് കേട്ടോ ഇതുണ്ടാവുക. ഇത് പല ടൈപ്പിൽ കാണാറുണ്ട്. സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മുത്തങ്ങ എന്ന് പറഞ്ഞാൽ അത് ഇതേപോലെ പൂക്കളുണ്ടാകുന്ന മുത്തങ്ങയാണ്. അതേപോലെ തന്നെ കുറച്ച് പൊക്കത്തിൽ പൂക്കളുണ്ടാകുന്ന മുത്തങ്ങയുടെ വർഗ്ഗത്തിൽപ്പെട്ട വേറൊരു ചെടി കൂടിയുണ്ട്. അതേപോലെ തന്നെ വേറൊരു ചെടിയാണത്. ഇത് കണ്ടോ, ഇതും മുത്തങ്ങയുടെ വർഗ്ഗത്തിൽപ്പെട്ട ചെടി തന്നെയാണ്. പക്ഷേ സാധാരണയായിട്ട് മരുന്നുകൾക്ക് ഉപയോഗിച്ച് വരുന്നത് ഇതുപോലെ ഒറ്റ പൂവായിട്ട് വരുന്ന മുത്തങ്ങ ചെടിയാണ് കേട്ടോ. ഇത് വയറ് സംബന്ധമായ അസുഖങ്ങൾ, ദഹനക്കുറവ്, അങ്ങനെയുള്ള അസുഖങ്ങൾക്ക്, കുട്ടികളിലുണ്ടാകുന്ന വിരശല്യത്തിന്, അതേപോലെ കരപ്പന് ഒക്കെ ഇത് ഔഷധമായിട്ട് ഉപയോഗിച്ച് വന്നിരുന്ന ഒരു ചെടിയാണ് കേട്ടോ. ഇതിൻ്റെ കിഴങ്ങാണ് ഔഷധമായിട്ട് നമ്മൾ ഉപയോഗിച്ച് വരുന്നത്. ഇത് ആയുർവേദത്തിൽ ഒത്തിരി മരുന്നുകൾ, മുസ്താരിഷ്ടം പോലെയുള്ള മരുന്നുകളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇത് ഉപയോഗിച്ച് വന്നിരുന്ന ഒരു ചെടിയാണ്. മുസ്ത എന്നാണ് ഇതിന് സംസ്കൃതത്തിൽ പറയുന്ന പേര് കേട്ടോ. നമ്മൾ ചെറുപ്പകാലങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ പാലിൽ ഇതിൻ്റെ കിഴങ്ങ് ചതച്ചിട്ട് പാല് തിളപ്പിച്ച് കൊടുക്കാറുണ്ട് വിരശല്യത്തിന്. അങ്ങനെ ഒത്തിരി ഔഷധ ഗുണങ്ങളുള്ള, എന്നാൽ ഇപ്പോൾ ഒത്തിരി കാണാത്ത ഒരു ചെടി കൂടിയാണ് മുത്തങ്ങ.